പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യഘട്ട കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിക്കും. തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അനന്തുകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കുറ്റപത്രം. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, പറയൂ. കൃഷ്ണരാജ്, പാതിവില തട്ടിപ്പ് കേസിൽ 50ഓളം കേസുകളിലാണ് അടുത്തയാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. അനന്തുകൃഷ്ണനെ കഴിഞ്ഞയാഴ്ച ഈ ED ഉദ്യോഗസ്ഥർ ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു മൂവാറ്റുപുഴ സബ് ജയിലിലെത്തി അനന്തുകൃഷ്ണനെ ചോദ്യം ചെയ്തിരുന്നത്. എന്തായാലും 1000 കോടി രൂപയോളം ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിശ്വസിപ്പിച്ച് 1000 കോടി രൂപയോളമാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഈ മുഖ്യപ്രതിയായ അനന്തുകൃഷ്ണനും മറ്റ് സംഘാംഗങ്ങളും ചേർന്ന് തട്ടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് ക്രൈംബ്രാഞ്ച് ആദ്യം വിവിധ സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം നടത്തിയിട്ട് എങ്ങും എത്താത്തൊരു സാഹചര്യത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണം ED ഏറ്റെടുത്തത്. എന്തായാലും ഈ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണമൊന്നും കാര്യക്ഷമമായിരുന്നില്ല. ഈ അനന്തുകൃഷ്ണനെയും ഒപ്പം തന്നെ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാറിനെയും രണ്ടാം പ്രതിയാക്കിയാണ് അന്ന് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് അനന്തുകൃഷ്ണൻ വൻതോതിൽ ഭൂമിയും മറ്റ് വസ്തുക്കളുമൊക്കെ വാങ്ങിക്കൂട്ടിയിരുന്നു എന്നാണ് കേസ്. എന്തായാലും ഇരുചക്ര വാഹനങ്ങൾക്കായി പണം കബളിപ്പിക്കപ്പെട്ട നിരവധി പേരുടെ മൊഴികളൊക്കെ ഈ കേസ് അന്വേഷണം ഏറ്റെടുത്ത ശേഷം ED രേഖപ്പെടുത്തിയിരുന്നു. EDയുടെ കൊച്ചി സോണൽ യൂണിറ്റിലെ 4 സോണൽ ഓഫീസിലെ 4 യൂണിറ്റുകൾ അന്വേഷണം പൂർത്തിയാക്കിയ 50 കേസുകളിലാണ് അടുത്തയാഴ്ച PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. രാജ്യത്താകെ 700 കേസുകളിലാണ് വിവിധ കോടതികളിൽ കുറ്റപത്രം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 700 കേസുകളിലാണ് വിവരങ്ങൾ നൽകിയത്.